ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാവേ. അതിന് ക്യാരറ്റും 3-4 ബീൻസും ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്ലാസ് ബസുമതി റൈസ് ആട്ടോ എടുത്തേക്കുന്നത്. അത് ബിരിയാണി ഉണ്ടാക്കുന്ന ഏത് അരിയാലും കുഴപ്പമില്ലേ. പിന്നെ അരി വേകാനുള്ള വെള്ളം കുറച്ച് കൂടുതൽ നല്ലപോലെ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ഉപ്പും ഇട്ട് തിളയ്ക്കാൻ വെക്കണേ. പെരുംജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുറച്ച് കുരുമുളകും ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചതച്ച വെള്ളത്തിലോട്ട് ഇട്ടേക്കണേ. ആ നേരത്തിന് അത് തിളയ്ക്കുന്ന നേരത്തിന് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ അരിഞ്ഞെടുക്കാം, സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ കണ്ടോ അതും കൂടെ ഇട്ട് നല്ലപോലെ വെള്ളം തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ഈ അരിക്കും കൂടെ വേണ്ട ഉപ്പിടാൻ ഓർത്തോണേ. അരി നല്ലപോലെ കഴുകി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അരി ഒന്ന് ഞെക്ക് കൊണ്ടാൽ മതിയേ. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂണിൽ താഴെ വെളിച്ചെണ്ണ മതി കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരിച്ചിരി പെരിഞ്ജീരകം ഒന്ന് പൊട്ടിച്ചിട്ടേച്ച് ആദ്യമേ നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ആ സവാള മാത്രം വഴന്ന് വന്നാൽ മതി. ബാക്കി 2 വെജിറ്റബിളും എത്ര വെജിറ്റബിൾ ഇടുന്ന ആ വെജിറ്റബിളിൻ്റെ എല്ലാം പച്ചച്ചവ മാറിയാൽ മതി. അതിന് ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ഈ സവാളയ്ക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചേച്ച് വേറെ ഉപ്പ് ചേർക്കരുത്. സവാളയുടെ ഉപ്പ് മതി. കാരണം ചോറിന് ഉപ്പുണ്ട്. എന്നിട്ട് ഒന്ന് മൂടി 1 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണം. നമ്മുടെ ചോറ് വെന്തോ ചോറ് ഇനി നമുക്ക് ഊറ്റി വെക്കാം കേട്ടോ. ചോറും ശ്രദ്ധിച്ചോണം, ഒന്ന് ഞെക്ക് കൊണ്ടാൽ മതിയേ. പെട്ടെന്നാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ട സെപ്പറേറ്റ് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കണ്ടേ. ഇത് ആ പാനിൻ്റെ അകത്തോട്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് ആ പാൻ പതുക്കെ ചെറുതായിട്ടൊന്ന് പിടിക്കണേ. ചെരിച്ചൊന്ന് പിടിച്ചേക്കണം. അന്നേരം കണ്ടോ അങ്ങനെ ചെരിച്ച് പിടിക്കുമ്പം നമ്മൾ ആ കുക്ക് ചെയ്തതിൻ്റെ ഒരു ഇച്ചിരി എണ്ണ അതിൻ്റെ അകത്ത് കാണുമല്ലോ. ആ എണ്ണ ഇങ്ങനെ ഒഴുകി വന്നേച്ച് നമ്മുടെ ഈ മുന്തിരി സാധാരണ നെയ്ക്കകത്തൊക്കെ വറക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വീർത്ത് കൊമളച്ച് വന്നോളും കേട്ടോ. കശുവണ്ടി ഇതുപോലെ തന്നെ ചെയ്താൽ മതിയേ. കൂടുതൽ അതിനെ അങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ കൂടുതൽ ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമല്ലോ. അന്നേരം ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. അതാ ഇവിടെ എപ്പോൾ കഴിക്കാൻ തോന്നിയില്ല അപ്പം വണ്ടി നിർത്തി ഞങ്ങൾ കഴിക്കുവേ. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകും കേട്ടോ. അപ്പം പെട്ടെന്നാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഡാൽഡയും നെയ്യ് ഉപയോഗിച്ചാൽ ഉറക്കം വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഉറക്കം വരോ കാര്യങ്ങളോ പരാതികളൊന്നും പറയാറില്ല. അല്ലെങ്കിൽ ഉറക്കം വരുന്നൊക്കെ പറയും. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഇതിനെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുള്ള കേട്ടോ. പക്ഷേ ഇതാണ് നല്ലതേ. പിന്നെ ഇച്ചിരി മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുത്തേ. ഒത്തിരി വേണ്ട, കുറച്ച്. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മേലെ നമ്മുടെ റൈസ് ഊറ്റി വെച്ച് ഇങ്ങോട്ട് ഒഴിച്ച് ഒന്ന് മൂടി വെച്ചേക്കണേ. അത് ചെറിയ സിമ്മിലാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്, ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി എടുത്താട്ടോ. അത് മൊത്തം വേണ്ട, ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ചില ചോറിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഈ റൈസ് ഇത്രയുണ്ടല്ലോ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ 2-3 തുള്ളി ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഒത്തിരി ഒഴിക്കരുത്, ചെറിയ ഡ്രോപ്പ് ഒഴിക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയായേ. ഇപ്പം ചിക്കനൊക്കെ കൂട്ടി കഴിക്കണവർ അങ്ങനെ കഴിക്കാം, ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. പാനിലൊന്നും ഒട്ടിപ്പിടിക്കുകയല്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റൊക്കെ ഇടണേ. വീണ്ടും കാണാം. ബൈ.